സുവോളജി എന്ന പഠന മേഖല വളരെ വിപുലമായ സാധ്യതകൾ ഒരുക്കുന്നൊരു പഠന മേഖലയാണ്. ജന്തുശാസ്ത്രത്തിൻ്റെ പരിണാമവും അതിൻ്റെ വികസനവും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഒറിജിൻ മുതൽ ഈ കാലഘട്ടത്തിലെ ജന്തു സംരക്ഷണം, അത് വൈൽഡ് ലൈഫായാലും അതേപോലെ തന്നെ നമ്മളുടെ വീടുകളിൽ വളർത്തുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന മൃഗസംരക്ഷണമായാലും ഇതെല്ലാം മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. മനുഷ്യൻ്റെ നിലനിൽപ്പിനേക്കാൾ ഉപരി അവൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏറ്റവും അധികം അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ മേഖലകളെ, ഈ ജന്തുശാസ്ത്ര മേഖലയിലെ പഠന തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണ്? നമുക്കവിടെ സുവോളജി എന്ന മേഖല, നമുക്ക് സൂവിലൊക്കെ മൃഗപരിപാലനം എന്നൊരു മേഖല, അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിലെ വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ മേഖല, ഗവേഷണ മേഖല, അതുപോലെ തന്നെ മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലകൾ, ഫിഷറീസ് മേഖലകൾ, അക്വാകൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ ഒക്കെ നമുക്ക് പഠനത്തിന് സാധ്യതകൾ ഒരുക്കുന്ന ജന്തുശാസ്ത്ര മേഖലകളാണ്. അതെല്ലാം പ്രത്യേക മേഖലകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ വൈദ്യശാസ്ത്ര രംഗത്ത് സാധ്യതകൾ ഒരുക്കുന്നൊരു മേഖലയാണ്. കമ്പ്യൂട്ടേഷണൽ ബയോളജി പോലുള്ള സുവോളജി ഓറിയൻറ്റഡ് സബ്ജക്റ്റുകളുണ്ട്. അക്വാകൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ നമുക്ക് പഠനം നടത്താൻ സാധിക്കും. വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ പഠനം നടത്താൻ സാധിക്കും. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഈ കുട്ടികൾക്ക് സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്ന അഖിലേന്ത്യാ മത്സര പരീക്ഷയിലേക്ക് കടന്നു ചെല്ലാനുള്ള അവസരങ്ങളും ഈ കുട്ടികൾക്കുണ്ട്. അപ്പോൾ ഈ സാധ്യതകളെ എത്രമാത്രം ഉപയോഗപ്പെടുത്താൻ കഴിയും? അതായത് സുവോളജി പഠിച്ചൊരു കുട്ടിക്ക് വേണമെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ പ്രിലിമിനറി പാസ്സായിട്ട് ആ കുട്ടിക്ക് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ മെയിൻ എക്സാമിനേഷനിലേക്ക് കടന്നു ചെല്ലാനും, മെയിൻ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്ന മുറയ്ക്ക് അയാൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് ആ സർവീസിലേക്ക് കടന്നു ചെല്ലാനുമുള്ള അവസരങ്ങൾ മുമ്പിലുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്താം. അതുകൂടാതെ ഈ കുട്ടികൾക്ക് ടീച്ചിങ് പ്രൊഫഷൻ താല്പര്യമുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് പോകാം. BEd എടുത്തിട്ട് കേട്ടറ്റ് പാസ്സായി സ്കൂളിൽ ടീച്ചറും പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് കോളേജിൽ അധ്യാപകരാകാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് അവരുടെ യോഗ്യത ഡിഗ്രി പാസ്സായതിന് ശേഷം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പെർഫ്യൂഷൻ ടെക്നോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാമാണ്. 2 സീറ്റേ ഉള്ളൂ. അതിന് വേണമെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും. ഹൃദയ ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് ഹാർട്ട് ലങ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ടെക്നീഷ്യനെയാണ് നമ്മൾ പെർഫ്യൂഷനിസ്റ്റ് എന്ന് പറയുക. ആ ഒരു മേഖലയിലേക്കാണ് പോകാൻ താല്പര്യമെങ്കിൽ വേണമെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അതേപോലെ തന്നെ അവിടെ തന്നെ ബ്ലഡ് ബാങ്ക് ടെക്നോളജി വേണമെങ്കിൽ പഠിക്കാൻ കഴിയും. ഇത് രണ്ടും സുവോളജിയിൽ ഡിഗ്രി പാസ്സായ കുട്ടികളുടെ മുമ്പിലുള്ള സാധ്യതകളാണ്. റീജിയണൽ ക്യാൻസർ സെൻറ്ററിലും ഇതുപോലെ തന്നെ അവസരങ്ങൾ അവർക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ സാധ്യതകളെല്ലാം ഈ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്തും. അവിടെ 8 സീറ്റുകളാണ് ഇത്തരം മേഖലകളിൽ പഠിക്കുന്നതിന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരം, അതും സുവോളജി കഴിഞ്ഞു പോകാൻ കഴിയുന്ന മേഖലയാണ്. അപ്പോൾ ഈ മേഖലകളിലേക്ക് ഈ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോകാനായിട്ട് കഴിയും. അതുപോലെ തന്നെ കുട്ടികൾക്ക് പോകാൻ കഴിയുന്ന പഠനം ആഗ്രഹിക്കുന്ന, അതായത് വലിയൊരു കരിയർ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റിൽ MBA ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ ലഭ്യമാണ്. അപ്പോൾ വന്യ സംരക്ഷണ രംഗം, വന്യജീവി സംരക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംരക്ഷണ പ്രവർത്തനങ്ങൾ, അതിൻ്റെ വാണിജ്യപരവും അല്ലാതെയുമുള്ള ഉപയോഗങ്ങൾ, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മ്യൂസിയം ക്യൂറേറ്റർ പോലെ തന്നെ സൂവിൽ ഈ മൃഗങ്ങളുടെ പരിശീലകരാകാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള സാധ്യതയുണ്ട്. അത് ആർമിയിലും പോലീസിലുമൊക്കെ സാധ്യതകളുള്ളൊരു മേഖല തന്നെയാണ് സുവോളജി എന്ന് പറയുന്നത്. അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ആർമിയിലും ഒക്കെയുള്ള മൃഗങ്ങളെ, ആർമിയുടെ പാർട്ടായിട്ടുള്ള മൃഗങ്ങളെ, അതുപോലെ തന്നെ പോലീസ് സേനയുടെ പാർട്ടായിട്ടുള്ള മൃഗങ്ങളെ, ഇവയൊക്കെ സംരക്ഷിക്കാനുള്ള ചുമതല നിർവഹിക്കപ്പെടുന്നത് പലപ്പോഴും വെറ്റിനറി സയൻസിൽ അല്ലെങ്കിൽ സുവോളജിയിൽ ഒക്കെ ബിരുദമെടുത്തിട്ടുള്ള ആൾക്കാരാണ്. മെഡിസിൻ നിർമ്മാണ മേഖലയിൽ ഇവർക്ക് വലിയൊരു റോള് പ്ലേ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്ത് വലിയൊരു റോള് പ്ലേ ചെയ്യാനുണ്ട്. ഇതെല്ലാം ഇവർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന, ഇവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന പരമ്പരാഗതമായ തൊഴിൽ മേഖലകൾക്ക് അപ്പുറത്തേക്കുള്ള പല സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കഴിയും. ബയോടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, സുവോളജി വിത്ത് ബയോടെക്നോളജി പഠിക്കാൻ കഴിയുന്ന മേഖലയാണ്. സുവോളജി വിത്ത് മൈക്രോബയോളജി പഠിക്കാൻ കഴിയുന്നൊരു മേഖലയാണ്. അതുപോലെ തന്നെ നമ്മളുടെ മൃഗങ്ങളുടെയൊക്കെ മാംസമൊക്കെ കയറ്റി അയക്കുന്ന വലിയൊരു ബിസിനസ് നടക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെയൊക്കെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി അഷുർ ചെയ്യുന്നതിനൊക്കെയുള്ള ചുമതലകൾ ഇവരാണ് നിർവഹിക്കപ്പെടുക. ആ ഒരു മേഖലയിൽ അവർക്ക് വലിയൊരു റോള് പ്ലേ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് കേരള പോലീസിലും CBI അടക്കമുള്ള അന്വേഷണ ഏജൻസികളിലൊക്കെ
ഫോറൻസിക് ഓഫീസറായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ട്. അപ്പോൾ ഫോറൻസിക് ഓഫീസറായിട്ട് നമുക്ക് ജോലി കിട്ടുന്നത് ഒരു പരിധിവരെ സുവോളജിയും ബോട്ടണിയും മറ്റുമൊക്കെ പഠിച്ച കുട്ടികൾക്കാണ്, കെമിസ്ട്രിയും ഒക്കെ പഠിച്ച കുട്ടികൾക്കാണ്. അപ്പോൾ ആ ഒരു സാധ്യതയെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. നമ്മൾ പറഞ്ഞു ഈ മാംസമൊക്കെ കയറ്റി അയക്കുന്ന മേഖലയിൽ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നത്, അതിൻ്റെ സ്ലോട്ടറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒക്കെ ഒരു അഡ്വൈസറായിട്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു മാനേജ്മെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ തൊട്ടിപ്പുറത്ത് നമുക്ക് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളുണ്ട്. അവിടെ മാംസവും അല്ലെങ്കിൽ മത്സ്യവും ഒക്കെയായി ബന്ധപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളുടെ നിർമ്മാണവും അതിൻ്റെ പ്രോസസ്സിങ്, അതിൻ്റെ പ്രിസർവേഷൻ, അതിൻ്റെ മാർക്കറ്റിംഗ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇടപെടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സാധ്യതകളെയൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു തൊഴിൽ മേഖല തന്നെയാണ് ഈ സുവോളജി എന്ന് പറയുന്ന ജന്തുശാസ്ത്ര പഠന മേഖല. അപ്പോൾ ജന്തുശാസ്ത്ര പഠന മേഖലയിലേക്ക് +2 ബയോളജി സയൻസ് പഠിച്ചിട്ടുള്ള ഏത് കുട്ടിക്ക് വേണമെങ്കിലും ഡിഗ്രിക്ക് പോകാൻ സാധിക്കും. അത് കഴിഞ്ഞ് MSc പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ തന്നെ അനവധി സ്ട്രീമുകൾ നമുക്ക് ലഭ്യമാണ്. ആ MSc സ്ട്രീമുകളിൽ ഏത് വേണമെങ്കിലും അവർക്ക് എടുക്കാനായിട്ട് കഴിയും. അതിലേക്ക് പോകാനായിട്ട് താല്പര്യമുണ്ട് എങ്കിൽ വളരെ മൃഗങ്ങളെയും ഒക്കെ അതായത് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് നല്ലതുപോലുള്ള കുട്ടികളായിരിക്കണം ഈ മേഖലയിലേക്ക് പോകേണ്ടത്. മറൈൻ ബയോളജി പോലുള്ള മേഖലകളിലേക്കൊക്കെ പോകുമ്പോൾ സീസിക്നെസ് ഒക്കെ ഇല്ലാത്ത കുട്ടികളായിരിക്കണം അത്തരം മേഖലകളിലേക്ക് പോകേണ്ടത്. കാരണം മൃഗങ്ങളെ തന്നെ അല്ലെങ്കിൽ ജന്തു വിഭാഗത്തെ തന്നെ നമുക്ക് പലതായിട്ട് വിഭജിക്കാൻ കഴിയും. വന്യജീവികളുണ്ട്, നാട്ടിലുള്ള ജീവികളുണ്ട്, വളർത്തുമൃഗങ്ങളുണ്ട്, അതേപോലെ തന്നെ പക്ഷികളുണ്ട്, ഉരകങ്ങളുണ്ട്, ഇഴഞ്ഞു നടക്കുന്ന ജീവജാലങ്ങളുണ്ട്, മനുഷ്യനുണ്ട്, നാൽക്കാലികളുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കാണാത്ത ചെറിയ ജീവജാലങ്ങളുണ്ട്, ബാക്ടീരിയ, ഫംഗസ്, അങ്ങനെയുള്ള വളരെ ചെറിയ വൈറസ് പോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വൈറസിൻ്റെയൊക്കെ അത് നല്ല നമുക്ക് മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള ബാക്ടീരിയകളും വൈറസുകളുമുണ്ട്, ഉപകാരമില്ലാത്തവയുണ്ട്. അപ്പോൾ ഇവയൊക്കെ പ്രിവെൻറ്റ് ചെയ്യേണ്ടത്, ഉപകാരമില്ലാത്തവയെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഡിസിനുകൾ നിർമ്മിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട് സുവോളജിസ്റ്റുമാരുടെ ആവശ്യകത നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ ഇവരിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയാൻ നമുക്ക് സുവോളജിസ്റ്റുമാരുടെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ സാധ്യതകളെയെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. മരുന്ന് നിർമ്മാണ മേഖലകളിൽ, അതേപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയിൽ, വന്യജീവി സംരക്ഷണ മേഖലയിൽ ഒക്കെ സാധ്യതകൾ ധാരാളം ഒരുക്കുന്ന പഠന തൊഴിൽ മേഖലയാണ് സുവോളജി എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാം. ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ മേഖലയെ ഭംഗിയായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ രാജ്യത്ത് അനവധി സ്ഥാപനങ്ങളിലുണ്ട്. വളരെ പ്രീമിയമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഉപരി വൈറോളജി ലാബുകളിലൊക്കെ ജോലി ചെയ്യുന്നതിന് വൈറോളജി വേണമെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനും നമ്മളുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്. അതും വലിയ സാധ്യതകളാണ്. രോഗനിർണയവും അതേപോലെ തന്നെ രോഗത്തിൻ്റെ പ്രിവെൻഷനും അതിനെ പരിഹരിക്കുന്നത്, അതായത് രോഗം ഇല്ലാതാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സാ മേഖലയിലും ഒക്കെ കടന്നു ചെല്ലാൻ സുവോളജി പഠിച്ചൊരു കുട്ടിക്ക് അവസരമുണ്ട്. അതേപോലെ തന്നെ ജനറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, ഒരാളുടെ ജനറ്റിക് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, ബയോ ഇൻഫോർമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, ഇവിടെയൊക്കെ ഈ കുട്ടികൾക്ക് സാധ്യതകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നല്ലതുപോലെ മനസ്സൊരുക്കി തയ്യാറെടുത്ത് മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് വളരെയധികം സാധ്യതകൾ ഒരുക്കുന്ന മേഖല തന്നെയാണ് ഈ സുവോളജി എന്ന് പറയുന്ന പഠന മേഖല.